ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും വീട്ടില് ബോറടിച്ചിരിക്കുകയാണല്ലേ. അവർക്കും പേരന്റ്സിന്റെ കൂടെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ല, അതുപോലെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടുന്ന ടോയ്സ് ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടുന്ന സ്വീറ്റ്സ് ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മാഷ്മെലോ ആണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാഷ്മെലോ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടിന്ന് റെഡിയാക്കി എടുക്കണം. അതിന് നല്ലതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടിന്നാണെങ്കിൽ ഏറ്റവും നല്ലത്. അതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓയിൽ എല്ലായിടവും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജെലാറ്റിൻ ഒരു 60 ഗ്രാം ജെലാറ്റിനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 60 ഗ്രാം ജെലാറ്റിന് ഇളം ചൂടുവെള്ളമായിട്ട് 250 ml ഇളം ചൂടുവെള്ളം കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്തിന് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തിളച്ചു വരണം. ഇതിപ്പോ നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നൂല് പോലെ ആകുന്ന ഈ പരുവത്തിൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിനൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോ തിളച്ച് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നോക്കാം. ഇതുപോലെ സ്റ്റിക്കായി ഇതുപോലെ തവിന്ന് വീഴാതെ, ഈ സ്പൂണിന്ന് വീഴാതെ ഇതുപോലെ തിക്കായി നിൽക്കുന്ന ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അങ്ങ് തണുത്ത് പോകണ്ട, ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. സമയത്തിന് നമുക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കരുതി വെച്ചിരിക്കുന്ന ഈ കേക്ക് ടിന്നിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ വേറൊരു ടിന്നൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗം വരെ ഞാൻ ഇത് ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഒരെണ്ണത്തിൽ സ്ട്രോബെറിയും ബാക്കി പകുതിയിൽ യെല്ലോ കളറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ല, വൈറ്റ് കളറും മാത്രം, കളറൊന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ഞാൻ സ്ട്രോബെറി സിറപ്പ് നല്ലതുപോലെ ഇതുപോലെ എല്ലായിടും ആകത്തക്കോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ യെല്ലോ കളറും ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ചു വെച്ചിരുന്ന അതിനകത്തോട്ട് തന്നെ ഈ യെല്ലോയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ ഒരെണ്ണത്തിൽ ഞാൻ സ്ട്രോബെറിയുടെയാണ് ആഡ് ചെയ്യുന്നത്, ഒരെണ്ണത്തിൽ യെല്ലോ കളറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ബാലൻസ് കുറച്ച് വരുന്നുണ്ട്. യെല്ലോയും സ്ട്രോബെറിയും കുറച്ച് ബാറ്റർ വരുന്നുണ്ട്. ആ ബാറ്റർ ഞാൻ വേറൊരു ടിന്നിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലായിടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മണിക്കൂറിന് ശേഷം മാത്രം ഇത് തുറന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതിപ്പോ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ ഇതിന്റെ മേലെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തോനെയും വേണ്ട, ഇതിന്റെ ഫ്ലേവർ അത്ര അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ആ കോൺഫ്ലവറിന്റെ. അതുകൊണ്ട് കുറച്ച് മാത്രം കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പില് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ക്യൂബ് ഷേപ്പിലും കുറച്ച് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.